ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ 3 കാരിരുമ്പാണികളാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഊറ്റി തന്നു, യാഗമായി തീർന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുവാനായി സ്വർലോക മഹിമകളെ വെടിഞ്ഞുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. എന്തിനു വേണ്ടി? നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു കാൽവറിയിലെ യാഗമായി തീർന്നത്. യേശു ഈ ക്രൂശ് വഹിച്ചത് യേശുവിൻ്റെ പാപം കൊണ്ടല്ല, പിന്നെയോ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കാൽവറിയിലെ യാഗമായി തീർന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിലെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. പട്ടാളത്തെയെല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോൽ എടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി. യേശുക്രിസ്തു തൻ്റെ ഇഹലോക ജീവിതകാലത്ത് ആരെയും പരിഹസിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് നിരവധി പേരാൽ കർത്താവ് പരിഹസിക്കപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ കാണാൻ സാധിക്കും, പടയാളികളുടെ പരിഹാസപാത്രമായി യേശുവിൻ്റെ മേൽ അവരെന്താ ചെയ്തത്? തുപ്പുകയും അതേപോലെ തന്നെ മുൾക്കിരീടം വെച്ച് തലയിൽ അടിക്കുകയുമാണ് ചെയ്തത്. ഇത്രയും വലിയ വേദന നമ്മുടെ കർത്താവ് സഹിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും വേണ്ടിയാണ്. പക്ഷേ ആ ചിന്ത നമ്മുടെ ഈ കുറഞ്ഞ ഈ നോമ്പുകാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടിയാണ് യേശു ഇത്രയും വലിയ വേദന സഹിച്ചത് എന്നുള്ളത്. യുദ്ധകാലത്ത് ഒരു ദിവസം ലണ്ടൻ തെരുവിൽ കൂടി ഒരു പട്ടാക്കാരൻ നടന്നു പോകുമ്പോൾ കഠിനമായിട്ട് മുറിവേറ്റ് അംഗഭംഗം സംഭവിച്ച ഒരു പടയാളിയെ കണ്ടു. ആ പടയാളിയോട് നമ്മുടെ പട്ടാക്കാരൻ വളരെ സഹാനുഭൂതി തോന്നി. ആ പടയാളിയെ തൻ്റെ തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ആ പടയാളിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പട്ടാക്കാരൻ പറഞ്ഞു, സഹോദര, നിങ്ങൾ എനിക്ക് വേണ്ടി മുറിവേറ്റതിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. ആ പട്ടാക്കാരൻ്റെ വാക്ക് കേട്ടപ്പോൾ വളരെ ആശ്ചര്യം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ആ വഴി കൂടെ പോയപ്പോഴും അദ്ദേഹത്തിന് പണമോ സിഗരറ്റോ അതുപോലുള്ള സാധനങ്ങൾ വേണോ എന്ന് അന്വേഷിച്ചു. പക്ഷേ തനിക്ക് വേണ്ടി മുറിവേറ്റതിന് ആരും അദ്ദേഹത്തോട് നന്ദി പറഞ്ഞില്ല. എന്താണ് ഈ പട്ടക്കാരൻ തന്നോട് ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് അദ്ദേഹം അന്വേഷിച്ചു. അദ്ദേഹം ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് പട്ടക്കാരൻ വീണ്ടും ആ പടയാളിയോട് പറയാണ്, നിനക്ക് വേണ്ടി മുറിവേറ്റ ഒരാളെ ഞാൻ അറിയുന്നു, അദ്ദേഹത്തോട് നീ നന്ദിയുള്ളവനാണോ? പട്ടാളക്കാരൻ ചിന്തിച്ചു, എന്ത്, എനിക്ക് വേണ്ടി മുറിവേറ്റവനോ? അതാരായിരിക്കാം? നമ്മുടെ കർത്താവായ യേശു തന്നെ. അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റു. പട്ടക്കാരൻ അവനോട് പറഞ്ഞു. ഈ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? നമുക്ക് വേണ്ടി മുറിവേറ്റ കർത്താവിനെ നമ്മൾ എന്നും ഓർക്കണം. കാരണം നമ്മൾ ഓരോരുത്തരും സഹിക്കേണ്ട വേദനയാണ് കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത്. നമ്മുടെ ജീവിതത്തിലെ കണ്ണുനീരിൻ്റെ ഉപ്പും വേദനയുടെ എരിവും തിരസ്കരണത്തിൻ്റെ പുളിയും എല്ലാം ഒക്കെ നിറഞ്ഞതാണ് ഈ ജീവിത വിരുന്ന്. അതിൽ നമുക്ക് മുന്നേറാനായിട്ട് കർത്താവിൻ്റെ വലിയ കൃപ കൂടെ ഉണ്ടായിരുന്നാൽ നമുക്ക് നിഷ്പ്രയാസം നടക്കാനായിട്ട് സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.